ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ ഭാഗത്തിലെ മാഷ് എണീക്കുമ്പോൾ കമലമ്മ നല്ല ഉറക്കത്തിലാട്ടോ. ആദ്യം വിളിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ എന്നിട്ട് പറയും, അല്ലെങ്കിൽ വേണ്ട നീ കുറച്ചുകൂടെ ഉറങ്ങിക്കോ എന്ന്. രാത്രി ഇങ്ങനെ നിലവിളിച്ച് ഉറങ്ങുന്നത് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി മുതൽ അത് അവസാനിപ്പിക്കണം. ഇന്നലെ കരഞ്ഞു കരഞ്ഞ് ശ്വാസം കിട്ടാതെ പോയത് കണ്ടില്ലേ എന്ന് പറഞ്ഞ മാഷ് എണീറ്റ് കമലമ്മയെ ഒന്നുകൂടെ പൊതച്ചു കൊടുക്കാട്ടോ. വിളിച്ചെണീപ്പിക്കുന്നില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരാ അടിയുള്ളത്? കമല നല്ല ഉറക്കത്തിലാ. മാഷ് പറയും, ഇന്നലെ രാത്രി നീ എന്നോട് ആ ചോദ്യം ചോദിച്ചില്ലേ, നീ പോയാ പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നു? അതോർത്ത് ഞാൻ കുറേ കിടന്നു ഉറക്കം വരാതെ. നീ പോയാ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാ? ഒറ്റയ്ക്ക് ജീവിച്ചതിനേക്കാളും ഒരുമിച്ച് ജീവിച്ചവരല്ലേ നമ്മൾ. നീ അത്ര പെട്ടെന്ന് എന്നെ വിട്ടു പോവോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. പോവാണെങ്കിൽ ഞാനായിരിക്കും ആദ്യം പോവുക. കമലമ്മ ഒരനക്കമില്ലാതെ ഏട്ടാ കിടക്കുന്നേ. മാഷൊന്ന് തൊട്ട് വിളിക്കുന്നു പോലുമില്ല. മാഷ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. പെട്ടെന്ന് മരിക്കുന്നു കരുതുന്നവരാണേ ഒരുപാട് കാലം ജീവിക്കുക. ഒരുപാട് പ്ലാനുകളോടെ ജീവിക്കുന്നവരെ ഒറ്റ നിമിഷം കൊണ്ട് ഡിം. അല്ലെങ്കിലും ഭാര്യ മരിച്ചിട്ടുള്ള ഭർത്താക്കന്മാരുടെ ജീവിതം ദുരിതാ. അവരെ പിന്നെ ഒന്നിനും കൊള്ളാതാകും. ഭാര്യമാരങ്ങനെയല്ല. അവര് ഭർത്താക്കന്മാര് മരിച്ചാലും മക്കളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കും. അതുകൊണ്ട് ലോകത്തുള്ള ഭർത്താക്കന്മാർ ആദ്യം മരിക്കണം, അത് കഴിഞ്ഞ് ഭാര്യമാര് മരിക്കാവൂ. അതിന് വല്ല പ്രാർത്ഥനയുണ്ടെങ്കിലേ അത് പറഞ്ഞതാ. ഇതൊക്കെ കേട്ട് കിടക്കാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് മാഷ് വിളിക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോകും. എന്നിട്ട് വാഷ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ചായയൊക്കെ ഉണ്ടാക്കി കമലമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി വരും കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോൾ ആ കട്ടിലിൽ കമലമ്മയെ കാണുന്നില്ല. മാഷ് ആകെ പേടിച്ചു നോക്കും. കമല എന്ന് വിളിച്ച് എല്ലായിടത്തും നോക്കണേ, വാതിൽ തുറന്നിട്ടിരിക്കുകയാണല്ലോ. പെട്ടെന്നായിരിക്കും ഒരു ശബ്ദം കേൾക്കുന്നത്. കമലമ്മയ്ക്ക് അപസ്മാരം ഇളകിയിരിക്കട്ടോ. മാഷിനൊറ്റയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരുവിധം ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കട്ടോ. മാഷ് ആകെ തളർന്നു പോയിട്ടുണ്ട്. ആകെ ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാതെ വിങ്ങിയിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് വിഷുവും ശ്രീചേട്ടത്തിയും വരണേ. വിഷു വന്നിട്ട്, അച്ഛാ അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്ന് നോക്കുമ്പോൾ മാഷ് അതൊന്നും അറിയുന്നില്ല. അച്ഛാ എന്ന് അച്ഛത്തിൽ വിളിക്കുമ്പോൾ മാഷ് എന്ന് ഞെട്ടിണീക്കും. എന്താ പറ്റിയത് മോനെ? അമ്മ എന്ന് പറഞ്ഞ് മാഷ് വിശ്വത്തിൻ്റെ തോളിൽ ചാരിക്കിടന്ന് പൊട്ടിക്കരയാട്ടോ. മാഷിൻ്റെ സങ്കടം കാണുമ്പോൾ ശ്രീജിക്ക് സഹിക്കുന്നില്ല. അങ്ങനെ ആകെ ഒരു സങ്കടത്തിലാട്ടോ എപ്പിസോഡ് തുടങ്ങുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നീട് കാണിക്കുന്നത് വിഷു പുറത്തിറങ്ങി ചാവടിക്കാട്ടോ. അപ്പം ഉണ്ടാവും ശ്രീജ വരുന്നത്. നീ എങ്ങോട്ടാ? അമ്മയ്ക്ക് മെഡിസിന് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. അത് ഞാൻ വാങ്ങിച്ചോളാം, നീ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലേ. അല്ല വിഷുവേട്ടാ, വിനായകനെ അറിയിക്കണ്ടേ? അപ്പോൾ വിശ്വം പറയും, അച്ഛൻ പറഞ്ഞോ? അച്ഛൻ്റെ സമ്മതം ചോദിക്കണോ ഇങ്ങനൊരു സാഹചര്യത്തിൽ? അതൊക്കെ ഞാൻ വിളിച്ചോളാം, നീ ചെല്ലേ എന്ന് പറഞ്ഞിട്ട് വിശ്വം അവിടെ നിന്ന് പോവാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റർ വന്നിട്ട് മാഷ് വിളിക്കും. കമലമ്മ ഇങ്ങനെ ശ്വാസം ശരിക്കും കിട്ടാതെ ഇപ്പോൾ ഓക്സിജനൊക്കെ വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെയാണ് കിടക്കുന്നത് ഐസിയിൽ. ആകെ വിഷമത്തോടു കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുക. കൈകൾ പിടിക്കുമ്പോൾ കമലമ്മ അറിയുന്നുണ്ട്. പതിയെ കണ്ണ് തുറക്കും. എന്നിട്ട് മാഷ നോക്കി ഇങ്ങനെ ചിരിക്കും. അപ്പോഴും മാഷ് നല്ല സങ്കടത്തിലാട്ടോ. അപ്പോഴേക്കും അങ്ങോട്ട് വിനായകനും ശ്രീജയ് നന്ദിനിയും കൂടെ വരിക കേട്ടോ. നന്ദിനി അറിയും, അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്താ ഇങ്ങനെ ധൃതി കൂട്ടി പോകുന്നത്? അവരെ നിങ്ങളെ അറിയിച്ചിട്ടൊന്നുമില്ലല്ലോ. അത് അറിയിച്ചിട്ടില്ലേ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്? ശ്രീജ പറയും, വിശ്വേട്ടനെ വിളിച്ചല്ലോ, അതുപോലെ എന്താ നിങ്ങളെ വിളിക്കാഞ്ഞത്? ഇപ്പം മനസ്സിലായല്ലോ, അത്രേ ഉള്ളൂ അവർക്ക് നിങ്ങളോടൊക്കെ. വിനായകൻ പറയും, ആരെങ്കിലും അറിയിച്ചാ പോരെ? അപ്പോൾ നന്ദിനി പറയും, നിങ്ങൾക്കത് മതിയായിരിക്കും, എനിക്കത് പോരാ. ഒളിച്ചോടിപ്പോയ വേത്തയുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങളുടെ അച്ഛൻ അവളെയും വിളിച്ചറിയിച്ചേനെ ഇപ്പോൾ. അപ്പൊ വിനായകൻ ചോദിക്കും, ഒളിച്ചോടെ? എന്താ അനാവശ്യമായിട്ട് പറയണം? നന്ദിനി പറയും, എന്തനാവശ്യം? ആരോടും പറയാതെ ആർക്കും അറിയാത്തൊരു സ്ഥലത്ത് പോയി മാറി നിൽക്കുന്നതിന് പിന്നെ ഒളിച്ചോടി പോകുന്നത് തന്നെയല്ലേ പറയാ? വിനായകൻ പറയും, പക്ഷെ അത് നീ പറയുമ്പോ അതിലൊരു മോശം ധ്വനിയുണ്ട്. നന്ദിനി പറയും, ഉണ്ട്. ഇനിയിപ്പോൾ അവള് കുറെ നാള് കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോ അയാളുടെ കൂടെ വേറൊരാളും അയാളുടെ കുട്ടിയും കണ്ടുകൂടാന്നില്ലല്ലോ. എടി അങ്ങൾ അലറണ്ട, അല്ലെങ്കിൽ തന്നെ നോക്ക്, അവള് വിക്രത്തോട് പ്രതികാരം ചെയ്യാനല്ലേ വന്നത്, അത് സംഭവിച്ചില്ലേ? വിനായകൻ പറയും, വിക്രത്തിനെ അകത്താക്കാൻ വേദ സ്വന്തം അങ്കിളിനെ കൊല്ലിച്ചു അല്ലേ? നിന്റെ തലയിൽ എന്തോരം വിഷാടി. നന്ദിനി പറയും, മക്കളിൽ ഒരാളെ മാത്രം ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾക്കത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. നീ ഇനി കൂടുതൽ പറയണ്ട, നടക്കിങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാത്തേക്ക് പോവാട്ടോ. അവിടെ ചെല്ലുമ്പോൾ തന്നെ നന്ദിനി പിറുപിറുക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിനേക്കാളും ചെറിയ പ്രായത്തില് അവൻ ജയിലിൽ പോയിട്ടില്ലേ? പിന്നെ ഇതുവരെ അമ്മയ്ക്ക് ഇങ്ങനെ ഫിക്സും വന്നിട്ടില്ല, പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം? ഞാൻ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. ഈ രീതിയിൽ കുടുംബം ചിന്നിച്ചിതറാൻ കാരണം വേദയാണ്. ശ്രീജ പറയും, വേദ പോയിട്ട് നാളുകളായില്ലേ, ഇനി എന്ത് പറയുമ്പോഴും അവളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? നന്ദിനി പറയും, ഇങ്ങനെയൊക്കെ ആയി തീരാൻ കാരണം അവളായതുകൊണ്ട്. വിശ്വം പറയും, അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്, ഇതൊന്നും കേൾക്കണ്ട. നന്ദിനി പറയും, കേട്ടാലും കുഴപ്പമില്ല, എനിക്ക് ജപ്തി ചെയ്യാൻ ആള് വരുന്നതിന് മുന്നേ ആട്ടി ഇറക്കി വിട്ടത് ഞങ്ങളെയാ. ശ്രീജ പറയും, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, പിന്നെ നിങ്ങളെ മാത്രമല്ലല്ലോ, ഞങ്ങൾ വേറെയല്ലേ താമസിക്കുന്നത്. നന്ദിനി പറയും, അത് പറയണ്ട, വസ്തു ലേലം വെച്ച് വിറ്റതില് ബാക്കി വന്ന കൂടുതൽ പൈസ നിങ്ങൾക്കല്ലേ തന്നത്, അതുകൊണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടായി. അപ്പൊ വിശ്വം പറയും വിനായകനോട്, നിനക്ക് തനിയെ വന്നാ പോരായിരുന്നോ? ഹോസ്പിറ്റലിലേക്ക് വെച്ച് വേണമായിരുന്നോ?
നന്ദിനി പറയും അങ്ങനെ വിചാരിക്കണ്ട, ഒരു സ്ഥല കച്ചവടത്തിന്റെ കാര്യത്തിന് അത്യാവശ്യമായി പോവാനുള്ളതുകൊണ്ട് നാളെ പോവാന്ന് പറഞ്ഞു നിന്ന ആളെ സ്ഥലത്തിനേക്കാളും വലുതാണ് അമ്മ എന്ന് പറഞ്ഞ് കയ്യോടെ കൂട്ടിക്കൊണ്ട് വന്നതേ ഞാനാ. വിനായകൻ നോക്കുമ്പോ നന്ദിനി പറയും അങ്ങനെ തന്നെയാണ്. അപ്പൊ വിനായകനും പറയും ആ അതെ, ഞാൻ അങ്ങനെയാണ്, പുറത്ത് ഒന്നും വെക്കില്ല, എല്ലാം വിളിച്ചു പറയും. എനിക്ക് ഉള്ളിൽ ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാ. അപ്പോഴേക്കും കമലയുടെ വൈസ് ചാൻസലർ ആരാ എന്ന് നോക്കുമ്പോഴേക്കും അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്ന് പറഞ്ഞ് അലറി കരയാൻ തുടങ്ങുമ്പോഴേക്കും സിസ്റ്റർ വയ്ക്കും സുധാകരൻ മാഷില്ലേ, മാഷ് എന്താന്ന് വെക്കുമ്പോൾ ഡോക്ടറെ വിളിക്കുന്നെന്ന് പറയും. അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ ആ കമലേനെ ഇങ്ങനെ പരിശോധിക്കുക കേട്ടോ. എന്നിട്ട് മാഷിൻ്റെ അടുത്ത് പറയും ഓക്സിജൻ സാച്ചുറേഷൻ ഭയങ്കര കുറവാണ്, ബിപിയും ലോ ആയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും. മാഷൊന്ന് പേടിക്കുന്നുണ്ട്. അപ്പം മാഷ് പറയും ആയിക്കോട്ടെ, എങ്ങനെയായാലും എനിക്ക് എൻ്റെ കമലയെ പഴയതുപോലെ തിരിച്ചു തന്നാൽ മതി. അപ്പോൾ ഡോക്ടർ പറയും ഞങ്ങളാവുന്നത് പോലെ ശ്രമിക്കാം എന്നൊക്കെ മാഷോട് ഭയങ്കര ഇംഗ്ലീഷാട്ടോ സംസാരിക്കുന്നത്. ശേഷം സിസ്റ്ററിൻ്റെ അടുത്ത് മലയാളത്തിൽ പറയും ആ വെന്റിലേറ്ററിലേക്കുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തോളൂ, ഫോമൊക്കെ ഒപ്പിടിച്ച് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ കമലമ്മയുടെ കൈ പിടിച്ചിരിക്കുക കേട്ടോ മാഷ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്ന വേദയാണ്. വേദ കണ്ണു തുറക്കുമ്പോൾ അവിടുത്തെ അമ്മയുണ്ട് കേട്ടോ. അല്ല രാധിക എവിടെ? അപ്പം അമ്മ പറയും പെട്ടെന്ന് പെയിൻ വന്നു, ലേബർ റൂമിലേക്ക് കൊണ്ടു. എപ്പോ? ദാ ഇന്ന് വെളുപ്പാങ്കാലത്തെ. ഞാൻ നോക്കിയപ്പോൾ മോള് നല്ല ഉറക്കമായിരുന്നു, അതാ ഞാൻ വിളിക്കാഞ്ഞത്. ബി പി ഒക്കെ വളരെ ലോ ആണ്, പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ടെൻഷനാ, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വേദ പറയും കുഴപ്പമില്ല അമ്മ പോയിക്കോളൂ, അവിടെയല്ലേ പാള വേണ്ടത്. അവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ സങ്കടം കാണാൻ വയ്യ, പറഞ്ഞിട്ടില്ലേ യൂണിഫോം ഇടുമ്പോൾ മാത്രമേ അവൻ ആ ഒരു ധൈര്യമുള്ളൂ. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെറിയ വയ്യായി വന്നു കഴിഞ്ഞാൽ തന്നെ അവനെ കൊണ്ട് താങ്ങാനാവില്ല. അങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ വേദയ്ക്കും രാധിക അനാഥാലയത്തിലായിരുന്നല്ലേ, ആര് പറഞ്ഞു? അപ്പോൾ വേദ പറയും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു, കുഞ്ഞുനാളിലെ അവളെ മാത്രമായി രക്ഷപ്പെട്ടതും ഒരു ഓഫനേജിൽ കഴിഞ്ഞതൊക്കെ. അപ്പം അമ്മ പറയും ആ അതെ, വല്ലാത്തൊരു ജീവിതമായിരുന്നു ആ കുട്ടിയുടേത്. പക്ഷേ കല്യാണം കഴിഞ്ഞു വന്നതിൽ പിന്നെ വളരെ സന്തോഷകരമായിട്ടാ ജീവിതം മുന്നോട്ട് പോയത്. ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ ഇരട്ടിയായി. ആണാണോ പെണ്ണാണോ എന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡോക്ടർ പറയാന്ന് പറഞ്ഞെങ്കിലും വേണ്ടെന്ന് തരുണാ പറഞ്ഞത്. അന്ന് ആ മാളിൽ വെച്ച് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്ത് സന്തോഷത്തിലിരിക്കേണ്ട കുട്ടിയാണെന്ന് അറിയാമോ? അപ്പൊ വേദ പറയും ഡെലിവറി കഴിയുന്നതുകൊണ്ട് രാധികയുടെ ഈ ട്രോമയൊക്കെ മാറിക്കോളും, അമ്മ ഉറപ്പിച്ചോ? അപ്പം അമ്മ പറയും മോളങ്ങനെ പറയുമ്പോൾ ഒരു സമാധാനം. അപ്പോഴേക്കും അമ്മയ്ക്ക് കോള് വരും കേട്ടോ, രാധികയ്ക്ക് ഇത്തിരി കുഴപ്പമായിട്ടുണ്ടെന്ന്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേദ അമ്മയെ അവിടുന്ന് പറഞ്ഞയക്കും കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ ജയിലിലാണ് കേട്ടോ. വാർഡ് സൂപ്രണ്ടിൻ്റെ അടുത്ത് വിക്രത്തിന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ വിക്രത്തിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക കേട്ടോ. അങ്ങനെ വിക്രം വന്ന ഉടൻ തന്നെ സാറിൻ്റെ അടുത്ത് പറയും സാറൊരു ഉപകാരം ചെയ്യോ, സാറിന് എൻ്റെ വീട്ടിലൊരു കാര്യം അന്വേഷിക്കാൻ പറ്റുമോ? ഒരു കാലത്തും അമ്മയ്ക്ക് സമാധാനം കൊടുത്തിട്ടില്ല, ഇപ്പം എന്തോ ഉള്ളിലൊരു പേടി. സാറ് പറയും വിളിച്ച് അന്വേഷിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയാൽ പോരെ? വിക്രം പറയും അവിടെ തന്ന നമ്പറിലൊക്കെ ഞാൻ വിളിച്ചു, അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്, ചേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ കോൾ എടുക്കുന്നുമില്ല, താൻ വെറുതെ പേടിക്കുന്നതായിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. വിക്രം പറയും ആയിരിക്കാം, പക്ഷേ അമ്മയെ ഞാൻ സ്വപ്നവും കണ്ടു, ആകെ ഒരു ടെൻഷൻ. അപ്പം തന്നെ അങ്ങേര് പറയും താൻ ധൈര്യമായിട്ടിരിക്കേ, ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് വിക്രത്തിനെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് തരുണിനോടും അമ്മയോടുമായിട്ട് ഡോക്ടർ സംസാരിക്കുകയാണ്. അവർ പറയുന്നത് കാര്യം കേട്ട് ഇവർ ഞെട്ടിപ്പോവും. കാരണം രാധിക ബോഡി ഭയങ്കര വീക്കാണ്, അതുകൊണ്ട് നമുക്ക് അമ്മയോ കുട്ടിയോ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ, രണ്ടുപേരെ രക്ഷിക്കാന്നുള്ള ആ ഒരു റിസ്ക് ഇപ്പം എടുക്കാൻ പറ്റില്ല. ഒരു സാധ്യതയില്ല ഡോക്ടർ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും പരമാവധി ശ്രമിച്ചു, ഇനിയും വൈകിയ തരുണിനൊന്ന് പൊട്ടിക്കറിയാൻ പോലും പറ്റാതെ വിങ്ങി മുട്ട കേട്ടോ. ഡോക്ടർ പറയും തരുണിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും, എനിക്ക് അവളെ വേണം ഡോക്ടർ, അവൾ ജീവിക്കാൻ പോകുന്നത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി, അതിനുവേണ്ടി അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ, എനിക്ക് അവളെ വേണം ഡോക്ടർ, അവളെ വേണം എന്ന് പറഞ്ഞ് തരുൺ പൊട്ടിക്കരയുമ്പോൾ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കാട്ടോ. അങ്ങനെ ആകെ ഒരു സങ്കടകരം. ശേഷം പിന്നീട് വേദയ്ക്ക് മെഡിസിനും കൊടുക്കാനായിട്ട് അരുണ ഡോക്ടർ വരിക കേട്ടോ. അതേ ലേബർ റൂമിൽ വെച്ച് ആ കുട്ടിയുടെ BP ലെവൽ മുഴുവൻ താഴ്ന്നു, രണ്ടിൽ ഒരാളെ മാത്രമേ രക്ഷിക്കാൻ പറ്റുന്ന ഡോക്ടർ പറയുന്നേ. വേദ ആകെ പേടിച്ചു. എന്നിട്ട് എന്തായി? സിസ്റ്റർ പറയും ഓപ്പറേഷൻ ആ കുട്ടി സ്റ്റേബിൾ അല്ല, പ്രസവത്തിന് മരുന്ന് കൊടുത്തിട്ടുണ്ട്. സേതുലക്ഷ്മി മാഡവും തരുൺ സാറും തകർന്നിരിക്കുകയാണ്. വേദ പറയും എനിക്ക് അവരൊന്ന് കാണണം, അങ്ങോട്ട് പോകാൻ പറ്റുമോ? സിസ്റ്റർക്കും ഈ അവസ്ഥയിൽ വേണോ? വേദ പറയും ഒരു പരിചയമില്ലാഞ്ഞിട്ടും ഒരാ അമ്മയെ പോലെ അവരെന്നെ നോക്കിയത്, അവള് ലേബർ റൂമിലായപ്പോഴും ആ അമ്മ എന്നെ കാണാൻ വന്നതാ, എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഷോളൊക്കെ ഇട്ട് വേദ റൂമിൽ നിന്ന് ഇറങ്ങണേ. അപ്പോഴായിരിക്കും ശ്രീകാന്തിന്റെ ഗുണ്ടകളെ ആ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും വരുന്നത് കേട്ടോ. ഇവരുടെ മുന്നിലേക്ക് ആ വേദ വന്നു പെടുന്നത് ഞെട്ടി നിൽക്കുന്ന വേദയെ കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഭാഗം കഴിയുന്നത്. അപ്പം നമുക്കിനി അടുത്ത നെക്സ്റ്റ് എപ്പിസോഡ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്